നമ്മളിപ്പോൾ ഓയിൻമെന്റ്സ്, ജെല്ല്, ക്രീം ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കവറിന്റെ ഉള്ളിലായിരിക്കും കിട്ടുന്നത്. ഞാൻ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി വെക്കുമ്പോൾ ഈ ട്യൂബാവും പിന്നെ നമ്മൾ മാറ്റി വെക്കുന്നത്. ഈ കവർ നമ്മൾ ഒഴിവാക്കും ചെയ്യും. എക്സ്പയറി ഡേറ്റ് നോക്കാതെ ഓയിൻമെന്റ്സ് ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉള്ളിലുള്ള ഓയിൻമെന്റ്സിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ, ചൊറിച്ചില്, മുറിവ്, വേദന അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഓയിൻമെന്റ് ഡോക്ടറെ പോയി കണ്ട് ഓയിൻമെന്റ് വാങ്ങും. അപ്പൊ ഇതെങ്ങനെ ഒരു കവറിന്റെ ഉള്ളിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പുറത്തായിരിക്കും അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ചൊറിച്ചിലാണെങ്കിലും എന്ത് അലർജി പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ മുറിവൊക്കെ ആണെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പിന്നെ യൂസ് ചെയ്യൂല. പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴാവും നമ്മൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന പ്രശ്നമാണ് ഈ കവർ എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ ട്യൂബ് മാത്രം എടുത്ത് അവർ എടുത്തു വെക്കും. പക്ഷെ ഈ ട്യൂബിന്റെ എവിടെയും ഇതിന്റെ എക്സ്പയറി കാണില്ല. കാരണം ഇതിന്റെ എക്സ്പയറി എഴുതി വെച്ചേക്കുന്നത് ഇവിടെയാ. അതെങ്ങനെ പെട്ടെന്ന് നോക്കുന്ന ആർക്കും കാണില്ല. മിക്കവാറും കുറച്ച് പ്രായമായ ആൾക്കാർക്കൊന്നും എടുത്ത് കാണില്ല. നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കാണുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിന്റെ കവറ്, ഈ മെഡിസിൻ കഴിഞ്ഞാൽ പോലും, നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ കവർ കളയാൻ പാടില്ല. ഈ ട്യൂബ് കവറിലിട്ട് തന്നെ സൂക്ഷിക്കണം. ഇതിപ്പോൾ ഓയിൻമെന്റിന്റെ ഓപ്പൺ ചെയ്യാത്ത ഒരു ട്യൂബ് ആണെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത ട്യൂബ് ആണെങ്കിൽ ചില ഓയിൻമെന്റിന് 1 month 4 weeks യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ചിലതിന് 6 or 3 months മാക്സിമം പോയാൽ പിന്നെ ഉപയോഗിക്കരുത്, അത് കഴിഞ്ഞ് ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമുക്കൊരു ഓയിൻമെന്റ് ഇപ്പോൾ 1 month തന്നെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കണം. പിന്നത്തെ ഒരു യൂസിന് നമ്മൾ എടുക്കുമ്പോൾ ആ ഓയിൻമെന്റ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കളറ്, സ്മെല്ല്, ടെക്സ്ചറിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയി കിടക്കുവാണെങ്കിലും, ഈ ഓയിൻമെന്റ് ഇങ്ങനെ ആക്കുമ്പോൾ സെപ്പറേറ്റ് ആയി കിടക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യരുത്. പിന്നെ ഈ ട്യൂബിന് എന്തെങ്കിലും കേടുപാട് വന്നാലും അത് ഉപയോഗിക്കരുത് ആ ഓയിൻമെന്റ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ കവറിന്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ് മാത്രമായിരിക്കില്ല, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട് 2 ഓയിൻമെന്റ് മിക്സ് ചെയ്ത് രാത്രി പുരട്ടാണ്. അതേപോലെ നമ്മൾ മുറിവിനാണെങ്കിൽ എവിടെ പുരട്ടേണ്ടത്, അതിന്റെ ഡയറക്ഷനും, ഇപ്പോൾ എവിടെയാണ് അലർജി, ഏത് ഭാഗത്താ പുരട്ടേണ്ടത്, എത്ര നേരം പുരട്ടേണ്ടത് മൊത്തം ഇവിടെയാണ് എഴുതിയിട്ടുണ്ടാവില്ല, ഈ കവറിന്റെ മുകളിൽ, അല്ലാതെ ട്യൂബിന്റെ മുകളിലല്ല. അതുകൊണ്ടാണ് ഈ കവർ ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത്. ഓയിൻമെന്റ് ആണെങ്കിലും ജെല്ലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ കവർ ഒഴിവാക്കാൻ പാടില്ല. ഈ കവറിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് സൂക്ഷിക്കണം. ഓക്കെ. യൂസ് ചെയ്യുമ്പോൾ ഓയിൻമെന്റോ ജെല്ലോ ക്രീമോ എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് മാത്രം ചെക്ക് ചെയ്യരുത്. കാരണം ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എക്സ്പയറി ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഒരു യൂസിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ കളറിലോ അല്ലെങ്കിൽ ടെക്സ്ചറിലോ സ്മെല്ലിലോ എന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല.